മഴത്തോരു മുൻപിലെ പുത്തൻ വിശേഷങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ആദ്യം തന്നെ കാണിക്കുന്നത് നമ്മുടെ ഹോസ്പിറ്റലിൽ കൃഷ്ണയാണെങ്കിൽ ബാലചന്ദ്രനെ കാണാൻ വന്നിരിക്കുകയാണ്. അങ്ങനെ കൃഷ്ണ അച്ഛനെ കയറി കാണുന്നു. അപ്പോൾ കൃഷ്ണയെ കാണുമ്പോഴത്തേക്ക് ബാലചന്ദ്രൻ വളരെയേറെ സന്തോഷമാകുന്നു. അപ്പോൾ കൃഷ്ണ വന്ന് അച്ഛൻ്റെ കൈ പിടിച്ചിട്ട് അച്ഛന് എന്ത് പറ്റി, അച്ഛന് എന്തായി, അന്നത്തെ ദിവസം എന്ത് പറ്റി എന്നൊക്കെ കൃഷ്ണ ചോദിക്കുന്നുണ്ട്. ബാലചന്ദ്രൻ ഒന്നും മിണ്ടുന്നില്ല. പിന്നെയും കൃഷ്ണ ചോദിക്കുകയാണ്, അച്ഛന് ഇത്രയും വലിയ മാറ്റം വരാൻ എന്താ പറ്റിയത്, അച്ഛന് എന്ത് സംഭവിച്ചെന്നൊക്കെ ചോദിക്കുന്നു. അപ്പം പറയുന്നു, അതിനെക്കുറിച്ചൊന്നും ഓർമ്മിപ്പിക്കണ്ടായി, അതൊക്കെ പോയ കാര്യമല്ലേ മോളെ എന്നൊക്കെ ബാലചന്ദ്രൻ പറയുന്നു. അങ്ങനെ ബാലചന്ദ്രനും കൃഷ്ണനും തമ്മിൽ സംസാരിക്കുക, നല്ല സ്നേഹത്തോടെയാണ് അവർ തമ്മിൽ സംസാരിക്കുന്നത്. അപ്പം കൃഷ്ണ പറയാണ്, അമ്മയ്ക്കാണെങ്കിൽ വളരെ ഭയങ്കര വിഷമമാണ്, അച്ഛനാണെങ്കിൽ അമ്മയെ കാണാൻ സമ്മതിക്കുന്നില്ല, അതുകൊണ്ട് അമ്മയ്ക്ക് ഭയങ്കര വിഷമമാണ്. അപ്പോഴത്തേക്ക് ബാലചന്ദ്രൻ്റെ സ്വഭാവം മാറി. അപ്പം നീ അമ്മയുടെ വിഷമം മാറ്റാനാണോ ഇങ്ങോട്ട് വന്നേക്കുന്നത്, എന്നെങ്കിൽ അവൾ ഇങ്ങോട്ട് വേണ്ട, ഞാൻ അങ്ങോട്ട് പോയി അവളെ കാണാമെന്നും പറഞ്ഞുകൊണ്ട് ഇച്ചിരി കുത്തി വെച്ചിരുന്നെല്ലാം വലിച്ചു പിച്ചി കളഞ്ഞിട്ട് ചാടി എണീക്കാൻ നോക്കുകയാണ്. അപ്പോഴത്തേക്ക് സിസ്റ്റർ അങ്ങോട്ട് ഓടി വരികയാണ്. സിസ്റ്റർ അങ്ങോട്ട് ഓടി വന്ന് അയാളെ സമാധാനിപ്പിച്ച് അവിടെ കിടത്തുന്നു. എന്നിട്ട് മെഡിസിൻ കൊടുക്കുന്നു. മെഡിസിനൊക്കെ നമ്മുടെ കൃഷ്ണയാണ് കൊടുക്കുന്നത്. കൃഷ്ണയാണെങ്കിൽ അച്ഛനെ ആശ്വസിപ്പിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ അയാൾ സമാധാനത്തോടെ അവിടെ കിടക്കുകയാണ്. പിന്നെ നമ്മളെ കാണിക്കുന്നത് വീട്ടിലാണെങ്കിൽ നമ്മുടെ ബബുദ വീട്ടിലുണ്ട്. ഇത് കോളേജിലൊന്നും പോയിട്ടില്ല, കോളേജിൽ പോകാതെ വീട്ടിൽ തന്നെ ഇരിക്കുകയാണ്. എന്നിട്ട് നമ്മുടെ അമലിനെ അവരുടെ ബോയ് ഫ്രണ്ടിനെ വിളിക്കുന്നുണ്ട്. വിളിച്ചിട്ട് പറയാണ്, ഇന്നിവിടെ ആരുമില്ല, നീ വീട്ടിലേക്ക് വാ എന്ന് പറയാണ്. ഇത് കേൾക്കേണ്ട താമസം അവൻ ചാടി പിടിച്ച് ബൈക്കിൽ അങ്ങോട്ട് വരികയാണ്. കണ്ടാൽ തന്നെ അറിയാം അവനൊരു പ്രശ്നക്കാരനാണെന്ന്. അങ്ങനെ നമ്മുടെ അമലാണെങ്കിൽ വീട്ടിലേക്ക് വരികയാണ്. ബബിത വിളിച്ച് പറഞ്ഞിട്ടാണ് അമൽ വീട്ടിലേക്ക് വരുന്നത്. വന്ന് കോളിംഗ് ബെല്ല് അടിക്കുമ്പോഴത്തേക്ക് നമ്മുടെ ബബിത ഭയങ്കര സന്തോഷത്തോടെ വന്ന് ഡോറ് തുറന്ന് കൊടുക്കുകയാണ്. അപ്പം ബബിത അവനെ വിളിച്ച് ഹാളിലേക്ക് ഇരുത്തി കൈയൊക്കെ പിടിച്ച് കാലിങ്ങനെ മുകളിൽ പൊക്കിയൊക്കെ പിടിച്ച് അവർ ഭയങ്കര അടുത്ത് ഇടപഴകിയിരിക്കുകയാണ്. അപ്പോൾ അകത്ത് നിന്ന് നമ്മുടെ അലീന ഇത് കാണുകയാണ്. അപ്പം അതിനു മുമ്പേ ബബിത എടുത്ത് ചോദിച്ചായിരുന്നു, എന്താ ഇന്ന് കോളേജിൽ പോകാനെന്ന് അലീന ചോദിച്ചായിരുന്നു. അപ്പം പറഞ്ഞു, കോളേജിൽ പോകാതിരുന്നാൽ ശരിയാകുമെന്ന് വെച്ച് പറഞ്ഞാൽ അതൊക്കെ ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോളാമെന്ന് ബബിത പറഞ്ഞായിരുന്നു. അത് കഴിഞ്ഞാണ് നമ്മുടെ അമൽ വരുന്നത്. അപ്പം അമൽ വന്ന് ഇവർ രണ്ടുപേരും കൂടെ ഹാളിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പം അലീന വന്ന് ചോദിച്ചു, നീ ഇതിന് വേണ്ടിയാണോ ഇന്ന് കോളേജിൽ പോകാതിരുന്നതെന്ന് ചോദിച്ചു. അപ്പം ബബിത പറയാണ്, നീ നിൻ്റെ കാര്യം നോക്ക്, ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഇടപെടണ്ടെന്ന് ബബിത പറയാണ്. അപ്പം അലീന പറയണേ, ഇതൊന്നും ഇവിടെ നടത്താൻ ഞാൻ സമ്മതിക്കുന്നില്ല. അപ്പം ബബിത പറയണത്, നീ നിൻ്റെ കാര്യം നോക്ക്, സെർവൻ്റെ കാര്യം നോക്കിയാൽ മതി എന്ന് പറഞ്ഞ് അലീനയോട് ചൂടാവുകയാണ്. അങ്ങനെ അലീന അങ്ങ് കയറിപ്പോവുകയാണ്. അലീന പോകുന്നത് നമ്മുടെ മുത്തശ്ശി എടുത്തിട്ടാണ്. മുത്തശ്ശി എടുത്ത് എന്ന് പറയാണ്, മുത്തശ്ശി ഇവിടെ എന്തൊക്കെയാണ് നടക്കുന്നത്, ചേട്ടനെ പോലെ തന്നെ എൻ്റെ അനിയത്തിയും അതുപോലെ തന്നെ ഓരോ വേണ്ടാത്ത പ്രവൃത്തികൾ ചെയ്യുകയാണെന്ന് നമ്മുടെ അലീന പറയുകയാണ്. എന്നിട്ട് പറയാണ്, നമ്മൾ ഫോണിൽ വിളിച്ച് ആ ചെറുക്കനെ വിളിച്ച് ഇവിടെ വരുത്തിയിട്ടുണ്ട്, ഇന്ന് കോളേജിൽ പോയ വീട്ടിൽ നിന്നിട്ട് അവനെയും വിളിച്ച് ഇവിടെ വരുത്തിയിട്ടുണ്ട്. അവർ രണ്ടുപേരും കൂടെ ഹാളിലിരിക്കുന്ന കാര്യങ്ങളെല്ലാം നമ്മുടെ അലീനയാണെങ്കിൽ മുത്തശ്ശിയെടുത്ത് പറയുന്നത്. അപ്പോൾ മുത്തശ്ശി പറയാണ്, എന്തൊക്കെ കാര്യങ്ങളാണ് ഇവിടെ നടക്കുന്നത്, അവൾ നശിച്ചു പോകാൻ തന്നെ തീരുമാനിച്ചു, നീ ഒരു കാര്യം ചെയ്യ്, നമ്മുടെ വൈജയെ വിളിച്ചു പറ. അപ്പോൾ അലീന പറഞ്ഞു, ഞാൻ എന്തിനാണ് വിളിച്ചു പറഞ്ഞു, ഞാൻ വിളിച്ചു പറഞ്ഞാലും മാഡം ചോദിക്കും, എൻ്റെ വീട്ടിൽ അങ്ങനെ പലരും വരാൻ നിനക്കെന്തുവാ എന്നും പറഞ്ഞാൽ എന്നോട് ചൂടാകത്തുള്ളൂ, ഞാൻ എന്തിനാ അതിൽ കേൾക്കേണ്ട ആവശ്യമില്ലല്ലോ എന്ന് അലീന പറയാണ്. നിങ്ങൾക്ക് ഒരു കാര്യം ഞാൻ വിളിക്കാം, നീ ആ കോൾ ചെയ്ത് തരാൻ പറയും, ഫോൺ എടുത്തൊന്ന് കോൾ ചെയ്ത് തരാൻ പറയും. അപ്പം അലീന അങ്ങനെ കോൾ ചെയ്യുമ്പോൾ കിട്ടുന്നില്ല. അപ്പം പറയും, എന്തെങ്കിലും ആവട്ടെ മുത്തശ്ശി, നമ്മൾ പറഞ്ഞാലൊന്നും കേൾക്കത്തില്ല എന്ന് പറയും. പറയും, നീ അവളെ ഒന്ന് വിളിച്ചേന്ന് പറയും. അങ്ങനെ ബബിതയെ വിളിക്കുന്നുണ്ട്. ബബിത അങ്ങോട്ട് വരുന്നു. ബബിത അവൻ്റെ അടുത്ത് പറയുന്നുണ്ട്, വരുന്ന അമലെ, ഞാൻ വരുന്നെന്നും പറഞ്ഞുകൊണ്ട് മുത്തശ്ശിയെ കാണാൻ വരുന്നുണ്ട്. എന്തുവാടി ഇതൊക്കെ നടക്കുന്നത്, ആരെയുടെ വീട്ടിൽ വിളിച്ചു, നീ കോളേജിൽ പോകാതെ വീട്ടിൽ വിളിച്ച് ആരെയാന്നൊക്കെ മുത്തശ്ശി ചോദിക്കുന്നുണ്ട്. അപ്പോൾ മുത്തശ്ശി അടുത്ത് പറയുന്നത്, മുത്തശ്ശി ആവശ്യമില്ലാത്ത ഒരു കാര്യത്തിൽ ഇടപെടണ്ട, മുത്തശ്ശിക്ക് കഞ്ഞിയൊക്കെ കിട്ടിയില്ലേ, അതൊക്കെ കുടിച്ച് അവിടെ ഇരുന്നാൽ മതി, എൻ്റെ കാര്യത്തിൽ ഇടപെടേണ്ട, എൻ്റെ കാര്യത്തിൽ ഇടപെടാൻ മുത്തശ്ശിയും വേണ്ട, ആരും വരണ്ടെന്ന് പറഞ്ഞു. എന്നിട്ട് വന്ന് അലീൻ്റെ അടുത്ത് തുടങ്ങി, നിനക്ക് സമാധാനമായോ എന്ന് നമ്മുടെ അലീനെ അടുത്ത് ചോദിച്ചോട്ടാണ് നിൻ്റെ അസുഖമൊക്കെ മാറിയോ എന്ന് ചോദിച്ചുകൊണ്ട് ദേഷ്യപ്പെട്ട അലീൻ്റെ അടുത്ത് നിന്ന് പോകുന്നതാണ്. ബബിത പോവുകയാണ്. അങ്ങനെ പിന്നെ കാണിക്കുന്നത് വീണ്ടും അവിടെ ഫ്രണ്ട് വന്നിരുന്ന് സംസാരിച്ചിട്ട് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ രണ്ടുപേരും കൂടെ മുകളിലോട്ട് എൻ്റെ മുറിയൊക്കെ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് മുകളിലോട്ട് പിടിച്ചുകൊണ്ട് വരും. അപ്പോൾ അലീനോട് തന്നെ, ബബിത ഇതിവിടെ ഒന്നും നടക്കത്തില്ല, മുകളിലോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല, ഇതിവിടെ നടക്കത്തില്ല എന്ന് പറഞ്ഞു. എൻ്റെ വീട്ടിൽ പലരും വരും, നീ ആരാ ചോദിക്കാമെന്ന് ചോദിച്ചുകൊണ്ട് ബബിത വീണ്ടും നമ്മുടെ അലീനെ അടുത്ത് ദേഷ്യപ്പെടുകയാണ് ചെയ്തത്. അപ്പം പറയും, ഞാൻ എന്തായാലും മനുവേട്ടനെയോ അല്ലെങ്കിൽ മാഡത്തെ വിളിച്ചു പറയും, നീ മുകളിലോട്ട് അവനെ കൊണ്ടുപോയാൽ ഞാൻ എന്തായാലും വിളിച്ച് പറയുമെന്ന് പറയും. അപ്പോഴത്തേക്ക് ബബിതയ്ക്ക് ദേഷ്യം. ബബിത പറയും, എന്തെങ്കിലും വാടാന്നും പറഞ്ഞ് അവനെയും വിളിച്ചുകൊണ്ട് പുറത്തോട്ട് പോകും.
അപ്പോൾ നമ്മുടെ അലീനയാണെങ്കിൽ പുറകെ നിന്ന് പോവല്ലേ ഭവിത പോവല്ലേ ഭവിത എന്ന് പറഞ്ഞിട്ടുണ്ട്. അവളാണെങ്കിൽ ഇതൊന്നും കേൾക്കാതെ അവൻ്റെ പുറകെ ബൈക്കിൽ കയറി പോവുകയാണ് ചെയ്തത്. എന്നിട്ട് അലീന വന്ന് മുത്തശ്ശിയുടെ അടുത്ത് പറയും. മുത്തശ്ശി ചോദിക്കും, എന്തുവായി മോളെ? അവർ രണ്ടുപേരും കൂടെ പോയി മുത്തശ്ശി, അവൻ്റെ ബൈക്കിൽ കയറിപ്പോയി. അപ്പം മുത്തശ്ശി പറയും, എന്ത് ചെയ്യാനാ, ആര് പറഞ്ഞാലും കേൾക്കത്തില്ല, അമ്മ ഇതൊന്നും നോക്കാൻ സമയമില്ലല്ലോ എന്ന് പറയും. അമ്മ നന്നായാലല്ലേ മക്കളും നന്നാവൂ എന്ന് നമ്മുടെ മുത്തശ്ശി ഇങ്ങനെ പതുക്കെ പറയുകയാണ്. പിന്നെ കാണിക്കുന്നത് ഹോസ്പിറ്റലാണ്. ബാലേന്ദ്രനാണെങ്കിൽ ഹോസ്പിറ്റലിൽ എല്ലാവരെയും കാണുന്നുണ്ട്, പക്ഷേ വൈജയന്തിയെ മാത്രം കാണുന്നില്ല. അപ്പോൾ ഇതൊക്കെ കണ്ടപ്പോൾ വൈജയന്തിക്ക് ഭയങ്കര ദേഷ്യമായി. വൈജയന്തി ആണെങ്കിൽ ഇത് പറയാണ്, എല്ലാവരെയും വന്ന് കാണുന്നുണ്ട്, എല്ലാവരെയും വിളിച്ച് കാണുന്നുണ്ട് ബാലേന്ദ്രൻ, അപ്പോൾ എന്നെ മാത്രം കാണണ്ട, ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് വൈജയന്തി ഇങ്ങനെ ചോദിക്കുകയാണ്. ഇതിൻ്റെ അർത്ഥം എന്താണ്, എന്നെ മാത്രം കാണണ്ടെന്ന് പറയുന്നത്? വൈജയന്തിക്കൊന്നും മനസ്സിലാകുന്നില്ല. പിന്നെ കാണിക്കുന്നത് നമ്മുടെ വൈജയന്തിയുടെ സഹോദരൻ ഗംഗാധരനെയും മാലതിയാണ്. അവർ അങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. വൈജയന്തിയുടെ വീട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. മാലതിയാണ് വണ്ടി ഓടിക്കുന്നത്. അപ്പം ഗംഗാധരൻ ചോദിക്കുകയാണ്, എന്തുകൊണ്ട് ടയേർഡായോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ കുറച്ചൊക്കെയെന്ന് മാലതി പറയുന്നുണ്ട്. അങ്ങനെ അവർ ഒരിടത്ത് ഇറങ്ങി. മാലതിയാണെങ്കിൽ ബോട്ടിലെടുത്ത് മുഖമൊക്കെ കഴുകുകയാണ്. അന്നേരം മാലതി ചോദിക്കുകയാണ്, ഒരു ഡ്രൈവറിനെ കൂടി വെക്കേണ്ടതായിരുന്നു ഇത്രയും ദൂരം വരുമ്പോഴെന്ന്. അപ്പം ഗംഗാധരൻ പറയുകയാണ്, നമ്മുടെ പ്രൈവസിക്ക് അത് ശരിയാവത്തില്ല, ഒരാളെയും കൂടെ വെച്ചാൽ നമ്മൾ എവിടേക്ക് പലയിടത്തും പോകുന്നില്ലേ, അപ്പം അതിൻ്റെ ആവശ്യമില്ലായിരുന്നു എന്ന് പറയുകയാണ് ഗംഗാധരൻ. എന്നിട്ട് പറയുകയാണ്, നമ്മളിപ്പോൾ എങ്ങോട്ടാണ് പോകുന്നത്, വീട്ടിലേക്കാണോ അതോ ബാലേന്ദ്രനെ ഹോസ്പിറ്റലിലേക്കാണോ എന്ന് ചോദിക്കുന്നു. അന്നേരം ഗംഗാധരൻ പറയണം, ഹോസ്പിറ്റലിലേക്ക് പോയാൽ ശരിയാകത്തില്ല, ചിലപ്പോൾ ബാലേന്ദ്രൻ നമ്മളോട് എങ്ങനെ പെരുമാറുന്നത്, ഏത് സിറ്റുവേഷനാണ് അദ്ദേഹത്തിൻ്റെ മൂഡ് എങ്ങനെയാണെന്നോ നമ്മളോട് എങ്ങനെ പെരുമാറുന്നോ ഇപ്പോഴേ പറയാൻ പറ്റത്തില്ല, അതുകൊണ്ട് നമുക്കിപ്പം അയാളെ കാണണ്ട. അപ്പം മാലതി പറഞ്ഞു, അതാണ് നല്ലത്, അതിനു മുമ്പ് നമുക്ക് വൈജയെ കാണണം, വൈജയുടെ അടുത്ത് കാര്യങ്ങളൊക്കെ പറയണം, വൈജയുടെ ദേഷ്യം കുറയ്ക്കുകയും വൈജയുടെ എടുത്തു കേട്ടോന്ന് ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോയാൽ ശരിയാകത്തില്ല, ഇനി അത് മുന്നോട്ട് കൊണ്ടുപോയാലും ബാലേന്ദ്രൻ അതിനെ വില കൽപ്പിക്കത്തില്ല, കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കണം, പറ്റുമെങ്കിൽ വീട്ടിൽ വന്ന് ബാലേന്ദ്രൻ വീട്ടിൽ വന്ന കാര്യങ്ങളും പറഞ്ഞ് മനസ്സിലാക്കണം, ഈ കാര്യങ്ങളെല്ലാം പതുക്കെ കൊണ്ട് വൈജയം പറഞ്ഞ് മനസ്സിലാക്കണമെന്ന് മാലതി പറയുകയാണ്. അപ്പം ഗംഗാധരൻ പറഞ്ഞു, അത് ശരിയാ, ഇല്ലെങ്കിൽ ഇനി ഇങ്ങനെ പോയാൽ ശരിയാകത്തില്ല, ഇനി നമ്മുടെ വൈജ പറയുന്നതൊന്നും വൈജയുടെ ഒരു കാര്യവും ഇനി ബാലേന്ദ്രൻ്റെ മുന്നിൽ വില പോകില്ല എന്ന് നമ്മുടെ ഗംഗാധരൻ പറയാണ്. അങ്ങനെ അവർ വീട്ടിലെത്തുന്നു. വന്ന് കോളിംഗ് ബെല്ലടിക്കുമ്പം തന്നെ വന്ന് തുറക്കുന്നത്, ഒരു വട്ടം ബെല്ലടിച്ചിട്ട് തുറക്കുന്നില്ല, രണ്ടാമത് വീണ്ടും ബെല്ലടിക്കും. അപ്പം നമ്മുടെ അലീനയാണെങ്കിൽ ജനലിൽ കൂടെ നോക്കുകയാണ് ആരാ വന്നതെന്ന്. ഒരു പരിചയമില്ലാത്തവർ, എന്നാലും വന്ന് അലീന വന്ന് ഡോറ് തുറക്കുന്നുണ്ട്. വന്ന് ഇവരെ കാണുമ്പോഴത്തേക്ക് ഗംഗാധരൻ മാലതി ഇങ്ങനെ അലീനയെ നോക്കുകയാണ്, ആരാന്നൊന്നും മനസ്സിലാവുന്നില്ല, വന്ന് ഡോറ് തുറക്കുന്ന ആരാന്നൊന്നും മനസ്സിലാവുന്നില്ല, അവരിങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. മാലതിക്ക് ഒരു ചിരിയൊക്കെ വരുന്നുണ്ട്. അങ്ങനെ അവരെ വിളിച്ച് അകത്തോട്ട് കയറ്റിയിരുത്തിയാണ് എന്നിട്ട് പിന്നെ പറയുകയാണ്, നമ്മൾ വൈജയുടെ സഹോദരനാണെന്നൊക്കെ നമ്മുടെ ഗംഗാധരൻ പറയുകയാണ്. അപ്പം കുട്ടി ഏതാണെന്നൊക്കെ ചോദിക്കുമ്പോൾ ഇവിടുത്തെ സെർവൻ്റാണ്, ഞാനിവിടെ കുറേ നാളുകൊണ്ട് നിൽക്കുന്നുണ്ട്, ഇപ്പം ബാലേന്ദ്രൻ സാറ് ഹോസ്പിറ്റലായതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഞാൻ എപ്പോഴേ പോയനെ, വേറെ ഇവിടുത്തെ ജോലി നോക്കുന്നുണ്ടെന്നൊക്കെ നമ്മുടെ അലീന പറയുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണ് കുട്ടി ഇവിടെ വന്നതെന്നൊക്കെ ഗംഗാധരൻ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടുത്തെ സാറും മനുവേട്ടനും കൂടെ വന്നാണ് എന്നെ കൊണ്ടുവന്നത്, ഇവിടുത്തെ അമ്മയെ നോക്കണമെന്നും പറഞ്ഞാണ് കൊണ്ടുവന്നതെന്നൊക്കെ അലീന പറയാണ്. അപ്പോൾ അവർ ഓരോന്ന് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ മനുവേട്ടൻ്റെ മുത്തശ്ശൻ മരിച്ചതിന് ശേഷം മനുവേട്ടനും ബാലേന്ദ്രൻ സാറും കൂടെ വിളിച്ചുകൊണ്ടാണ് വന്ന് എന്നെ ഇവിടെ കൊണ്ടുവന്നതെന്നൊക്കെ പറയുകയാണ്. എവിടെയാണ് വീടെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. തിരുവനന്തപുരത്താണ്, ഒരു ഓർഫനേജ് ആണെന്നൊക്കെ. അപ്പോൾ അവർക്ക് എന്തോ ഒരു സംശയം തോന്നുകയാണ്. അപ്പോൾ ബാലേന്ദ്രൻ മാലതിയോട് പറയുകയാണ്, എന്താ ഇവിടെ എങ്ങും ഒരു ഹോം നേഴ്സിനെ കിട്ടാതെ അവിടെ പോയി അച്ഛൻ ഒരാളെ വിളിച്ചുകൊണ്ട് വരേണ്ട കാര്യം എന്താണ്, നിനക്ക് എന്തെങ്കിലും സംശയം തോന്നുന്നുണ്ടോ എന്നൊക്കെ ഇവർ തമ്മിൽ പിന്നീട് സംസാരിക്കുന്നുണ്ട്. അവർക്ക് എന്തോ ഒരു സംശയം പോലൊക്കെ തോന്നുന്നുണ്ട്, ഇതാരാണെന്നൊക്കെ ഉള്ള ഒരു രീതിയിലൊരു സംശയമൊക്കെ തോന്നുന്നുണ്ട്. ഇതൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ചിരിക്കുന്നത്. എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ.